ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് പാകിസ്ഥാൻ്റെ വിഷയം കുറച്ച് ഡീപ്പായിട്ട് നോക്കേണ്ടതുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അവർ നെഗോസിയേഷനിലൊക്കെ ഏർപ്പെടുന്നുണ്ട് ഇറാനും അമേരിക്കയും തമ്മിൽ. അവർക്ക് അങ്ങനെ ഒരു നിർബന്ധിത അവസ്ഥ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം പാകിസ്ഥാൻ്റെ റോള്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ടു ഇറാനാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അതുപോലെ ഈ ബലൂജികൾ തന്നെ അപ്പുറത്ത് ഇറാന്റെ സൈഡിലും കുറച്ച് സ്ഥലം ഷെയർ ചെയ്യുന്നുണ്ട്. അതിനെ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ എന്നാണ് പറയുന്നത്. ഈ ഇറാനിനുള്ളിൽ IRGC എന്ന് പറയുന്നത് അവർ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് ഇല്ല എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സെൻട്രൽ കമാൻഡ് യൂണിറ്റ് ഇല്ല. അവർ 30 ചെറിയ ചെറിയ കമാൻഡ് യൂണിറ്റുകളായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത്. ചെറിയ കമാൻഡ് യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു വലിയ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അത് ചെറുതെന്ന് പറഞ്ഞാലും ഇസ്രായേലിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയ യൂണിറ്റുകൾ തന്നെയാണ്. അങ്ങനെ 30 സ്റ്റേറ്റുകളായിട്ട് പിരിഞ്ഞിരിക്കുന്ന IRGC കമാൻഡ് യൂണിറ്റുകളാണ്. അപ്പോൾ ഓരോന്നും പ്രവർത്തിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഈ മിസൈലുകളൊക്കെ ഇത്രമാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സമയത്തും പല കമാൻഡ് യൂണിറ്റുകളാണ് ആക്ടിവേറ്റ് ആവുന്നത്. ഇത് ശരിക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനെ കൊണ്ട് അമേരിക്കയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും പ്രശ്നമാണ്. കാരണം ഈ മിസൈലുകളൊക്കെ അയക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോട്ടാണല്ലോ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇന്നലെ മഴയായിരുന്നു, നല്ല മഴയാണ്. അവിടെ ശരിക്കും വെള്ളപ്പൊക്കവും. മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള കാലാവസ്ഥ ഇങ്ങനെയാണ്. ഒരു 1-2 ദിവസത്തേക്ക് ഇതേ സെയിം കാലാവസ്ഥ തന്നെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അതേസമയം ഇറാന്റെ ഉള്ളിൽ നിന്നും ഒരു വീഡിയോ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് F-18 എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റിനെ അവർ അടിച്ചു വീഴ്ത്തിയതായിട്ടും അത് അറേബ്യൻ സീയിൽ പോയിട്ട് പതിച്ചതായിട്ടുള്ള വീഡിയോ ഫൂട്ടേജാണ് അവരെടുത്ത് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷെ ഈ വീഡിയോ ഫൂട്ടേജിൽ 2 തരത്തിലുള്ള വീഡിയോസ് മെർജ് ചെയ്തതായിട്ടുള്ള ഒരു കണ്ടെത്തൽ. ഈ F-18 അടിച്ചിട്ടതിൽ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതായത് ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ പൊതുവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട്. അതിൻ്റെ മറ്റു തരത്തിലുള്ള ഫൂട്ടേജുകൾ ഇനി ഏതെങ്കിലും തരത്തിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമേരിക്കയും ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഏതാണ്ട് 1 ബില്യൻ്റെ നഷ്ടം അവർ ഇന്നലെ കണക്ക് കൂട്ടിയിട്ട് അവർ അതുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് അവർ വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു F-35 നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ F-15 3 ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 5 C-135 ആ കാറ്റഗറിയിൽപ്പെട്ട വിമാനം അത് എയർപോർട്ടിൽ നിർത്തി വെച്ചിരിക്കുന്ന സമയത്ത് ഇറാന്റെ മിസൈലിന്റെ ഡെബ്രി വന്ന് പതിച്ചിട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരെണ്ണം ഇറാഖിൽ തകർന്നു വീണത്. ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള അവരുടെ നഷ്ടങ്ങൾ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഒരു F-18 ഇതിൻ്റെ ഉള്ളിൽ എഴുതി പിടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് 1 ബില്യൻ്റെ നഷ്ടമാണ് ഇപ്പോൾ ഇതുവരെ യുദ്ധം തുടങ്ങി ഇപ്പോൾ ഇത്ര ഒരു 2 ആഴ്ചക്കുള്ളിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ് അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ പുറത്തിറക്കിയിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ അതൊരു സൈഡിൽ നിൽക്കട്ടെ. തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് പല സ്ഥലങ്ങളിലേക്കും ഇറാനും മിസൈലുകൾ അയക്കുന്നുണ്ട്. ضرب في القرب من جوته درغانم شوف وين يكون الخبر لا مامين تحمي فايربول מורן, בוא נפל איפה שמגיע. מהזירה בגני תקווה, בינתיים ללא נפגעים, מספר מכוניות. അതേപോലെ ഇറാന്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അത് തുടരെ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതൊരു സൈഡിൽ നടക്കട്ടെ. കാരണം അത് നമ്മൾ നിരവധി വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ മീഡിയേഷൻ ഒരു 5 ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. ഇത് എന്തിനായിരുന്നു എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ക്ലാരിറ്റി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഷോർട്ട് സെല്ലിംഗ്. അത് ട്രംപ് ഈ അനൗൺസ്മെന്റ്, അതായത് ഇറാനുമായിട്ട് 5 ദിവസത്തെ വെടിനിർത്തൽ നമ്മൾ പ്രഖ്യാപിക്കുമെന്നുള്ളൊരു റൂമർ ക്രിയേറ്റ് ചെയ്യുക.
ആ റൂമർ പബ്ലിഷ് ആയ ഉടനെ തന്നെ ഈ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ചേഞ്ചസ് നടന്നു തുടങ്ങി. അങ്ങനെ ട്രംപ് ലാസ്റ്റ് മിനിറ്റിൽ ഇത് പ്രഖ്യാപിക്കുന്നു. അത് കൂടി എണ്ണ, ഗോൾഡ് ഇതുമാതിരിപ്പെട്ട കംപ്ലീറ്റ് സ്റ്റോക്കുകളുടെയും വില ഇടിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള ഷോർട്ട് സെല്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക് മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ് ഈ 5 ദിവസത്തെ ബ്രേക്ക് എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനം. വളരെ ബുദ്ധിപൂർവ്വമാണ് എഴുതിയിരിക്കുന്നത്. അത് ബ്ലണ്ടായിട്ട് വായിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ വെടിനിർത്തൽ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഡീപ്പായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇറാന്റെ ഉള്ളിൽ കൺവെൻഷണൽ മാനറിൽ നടക്കുന്ന യുദ്ധം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഒരു വിഷയങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മളിത് ഓൾറെഡി തന്നെ ട്രംപിന്റെ ട്വീറ്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് എനർജി മേഖലകളും അതുപോലെ പവർ ഗ്രിഡുകളും അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എഴുതിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ മാർക്കറ്റ് ഇതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മാർക്കറ്റിന്റെ കണക്ക് പുറത്ത് വന്നിട്ടുണ്ട്. വാൾസ്ട്രീറ്റ് ജേണലാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാൾസ്ട്രീറ്റ് ജേണൽ വളരെ വ്യക്തമായിട്ടുള്ള കണക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. 580 മില്യന്റെ കച്ചവടമാണ് ആ 5 മണിക്കൂറിൽ നടന്നത്. ഇറാൻ ഇന്നലെ പാകിസ്ഥാന്റെ ഷിപ്മെന്റിനെ കടത്തിവിടുന്നില്ല സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ എന്ന് ഞാനൊരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയത്തില്ല. അപ്പോൾ അതിന്റെ പുറകിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാൻ പാകിസ്ഥാൻ ഇന്നൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്, താക്കീത്. എന്താണെന്ന് പറഞ്ഞാൽ MQ-9 റീപ്പർ ഡ്രോണുകൾ ഈ ബലൂചിസ്ഥാന്റെ സൈഡിൽ നിന്നും പാകിസ്ഥാന്റെ ബേസിൽ നിന്നും ഇറാന്റെ ഉള്ളിലേക്ക് പോയതായിട്ടുള്ള ഇങ്ങനൊരു ആരോപണമാണ് ഇറാൻ പാകിസ്ഥാനെതിരെ ഉയർത്തുന്നത്. ഇത് എവിടെ നിന്നാണ് വരുന്നത് പറഞ്ഞാൽ ഈ സിസ്താൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ഏരിയ കൺട്രോൾ ചെയ്യുന്ന IRGC കമാൻഡ് യൂണിറ്റിൽ നിന്നാണ് ഈ വാണിംഗ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ താക്കീത് നിസ്സാരമല്ല. ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയൊക്കെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് വലിയൊരു കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് പാകിസ്ഥാൻ ശരിക്കും യഥാർത്ഥത്തിൽ ഇറാന്റെ ഈ ഒരു അറ്റാക്കിംഗ് പവർ കണ്ട് ഇപ്പം ഞെട്ടിയിരിക്കുകയാണ്. കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ ഇത്രമാത്രം സ്റ്റോക്ക് പൈൽസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷെ അതേസമയം ഇറാൻ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ മീഡിയേഷന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്ത് മീഡിയേഷനാണ്? ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മീഡിയേഷൻ. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ സംഭവം വേറെ ഒന്നുമില്ല, പാകിസ്ഥാന്റെ ഗതികേടാണ്. പാകിസ്ഥാന്റെ ഗതികേട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ എണ്ണ വിലയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഏതാണ്ട് 300-500 ഇടയ്ക്കാണ് വില. തോന്നുന്ന വിലയ്ക്കാണ് അവിടെ എണ്ണ വിൽക്കുന്നത്. കാരണം അത്തരത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം ഒന്നാമത് ഷോർട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇറാന്റെ സൈഡിൽ നിന്നുള്ള എണ്ണ സപ്ലൈ അത് വളരെ വളരെ അനിവാര്യമാണ്. ഇറാനാണ് റോഡ് മാർഗം പാകിസ്ഥാന് എണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ എണ്ണ വാങ്ങിച്ചാണ് കുറച്ചൊക്കെ പാകിസ്ഥാൻ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ റൈസ് ആവുന്നുണ്ട്. ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തികച്ചും ഇറാനെതിരെയുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് സൗദി അറേബ്യ. ഇപ്പോൾ സൗദി അറേബ്യ ഇറാനെതിരെയുള്ള നിലപാടെടുത്തോട് അമേരിക്കയോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളും ഇറാനെതിരെയുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അവർ വേണ്ടി വന്നാൽ ഇനിയും ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുവെങ്കിൽ സൗദി അറേബ്യയും UAE ഒക്കെ ചേർന്നിട്ട് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പാകിസ്ഥാനെ നല്ല രീതിയിൽ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. ടെൻഷൻ അടിപ്പിക്കുന്നതിന്റെ കാരണം വെച്ചാൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഡിഫൻസ് ഡീൽ ഉണ്ട്. ഇപ്പോൾ സൗദി അറേബ്യ ഒരു യുദ്ധത്തിന് ഇറങ്ങുന്നത് പറഞ്ഞാൽ പാകിസ്ഥാന് പോയേ പറ്റൂ. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പാകിസ്ഥാനെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചങ്ങ് കൊണ്ടുപോകും. നീ ഇത് സൈൻ ചെയ്തതല്ലേ ഡീല്, എന്നാൽ പിന്നെ ഇറങ്ങുമെന്ന് പറയും. മറ്റേ യമനിൽ പോയി ആക്രമണം നടത്തിയതുപോലെ തീർച്ചയായിട്ടും ഇറാനെതിരെയുള്ള മിഷനും ഇവർക്ക് പങ്കെടുക്കേണ്ടി വരും. അപ്പോൾ ഇവര് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സൗദി അറേബ്യയ്ക്ക് സപ്പോർട്ടുമായിട്ട് ഓപ്പൺ ആയിട്ട് പാകിസ്ഥാൻ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോൾ ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എണ്ണ അത് തടസ്സപ്പെടും. പാകിസ്ഥാൻ ഇപ്പോൾ എണ്ണ ഇറാനിൽ നിന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ വളരെ പരിതാപകരമാവും. ഇത് മാത്രമല്ല, അവിടെ ഇന്റർണൽ കലാപങ്ങൾ, അവിടെ ഡൊമസ്റ്റിക് കലാപങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ റൂഡാണ്. അവർ ശക്തമായി പ്രതികരിക്കും. എണ്ണയും കൂടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടിലാവും. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഒരു അൺസർട്ടനിറ്റിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്ത് തട്ടൽമുട്ടലില്ലാതെ ഒന്ന് കഴിഞ്ഞുകൂടണം. അതിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ കിടന്ന് ഈ പെടാപ്പാട് പെടുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്താണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ എന്താണ് ചെയ്തെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഈദ് പെരുന്നാൾ വന്നായിരുന്നല്ലോ, ആ പെരുന്നാളിന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസസ്കിയാനെ വിളിച്ചിട്ട് വിഷസ് അറിയിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇറാനിലുള്ളത് ഷിയാക്കളാണ്. ഈ പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ ഈ ഷിയാക്കളെയും അഹമ്മദിയാക്കളെയും മൂന്നാം കിടം പൗരന്മാരെക്കാളും താഴെ തട്ടിലാണ് നോക്കിക്കാണുന്നത്. ഈ പാകിസ്ഥാൻ ഒരു സുന്നി ഓറിയന്റഡ് കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ സൗദി, ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇറാനുമായിട്ട് ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് അത് മാത്രമാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലാതെ ഡീപ്പ് ലെവൽ റിലേഷൻഷിപ്പ് ഇല്ല. ഇറാനും പാകിസ്ഥാനും ജിയോ പൊളിറ്റിക്കലി അവർ ലാൻഡ് നേച്ചർ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറെ ഷിയാക്കൾ പാകിസ്ഥാനിലും ഉണ്ട്, കുറെ അധികം ഷിയാക്കൾ പാകിസ്ഥാനിലുമുണ്ട്. അവരുടെ പള്ളികളാണ് പാകിസ്ഥാനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നത്. കാരണം എന്താണ്? ഈ സുന്നി അനുകൂല തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ ഈ ഷിയ പള്ളികളിൽ പോയിട്ട് പൊട്ടിത്തെറിപ്പിക്കുന്നതാണ് ഈ സംഭവം. ഷിയ പള്ളികളിൽ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ സംഭവിക്കുമ്പോൾ എല്ലാം തന്നെ ഇറാൻ അതിനെ അപലപിച്ചുകൊണ്ട്
രംഗത്ത് എത്താറുണ്ട്. അപ്പം അത്തരത്തിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല വിഷയങ്ങളിലും പൊതുവിൽ കോമൺ ആയിട്ടുള്ള ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഇവർ ഒരുമിച്ച് നിൽക്കുന്നുവെങ്കിലും ഇവരുടെ ഉള്ളിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ മെയിൻ റീസൺ ആണ് ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചത്. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് സോൾവ് ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു ചിന്തയാണ് പാകിസ്ഥാൻ ഉണ്ടായത്. അപ്പൊ അത് പാകിസ്ഥാന്റെ നിലനിൽപ്പിനും വളരെ അനിവാര്യമാണെന്ന് കരുതിക്കൊണ്ടാണ് ഇവര് ഈ ഈദ് ഹോളിഡേക്ക് വിളിച്ച സമയത്ത് പെസസ്കിയാന്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ വേണമെങ്കിൽ അമേരിക്കയുമായിട്ട് സംസാരിച്ച് ഒന്ന് റെഡിയാക്കാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മസൂദ് പെസസ്കിയാൻ ഒരു ഫോർവേഡ് തിങ്കിങ് ഉള്ള ആളാണ്. അപ്പോൾ അയാൾ വിചാരിച്ചത് ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യൂ, നടന്നാൽ നല്ലതാണ് എന്നുള്ള തരത്തിൽ പെസസ്കിയാൻ റെസ്പോണ്ട് ചെയ്തത്. പക്ഷേ പെസസ്കിയാനും IRGCയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് IRGCയുടെ അറിവോടെ നടന്ന ഒരു നെഗോസിയേഷൻ അല്ല. അപ്പോൾ ഉടനെയാണ് പാകിസ്ഥാൻ ട്രംപിനെ വിളിച്ചിട്ട് അസീം മുനീറും ഷഹബാസ് ഷെരീഫും ഈജിപ്തിൽ വെച്ച് നടന്ന ഗാസ പീസ് അക്കോർഡിൽ ഇതേപോലെ തന്നെ ട്രംപിന്റെ ഷൂ ഒക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെടിപ്പാക്കി കൊടുത്ത ആൾക്കാരാണല്ലോ. അപ്പോൾ ആ ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി മറ്റേ സ്റ്റോൺ ബിസിനസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള നാടകമൊക്കെ നടത്തിയത്. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ട് അസീം മുനീർ ട്രംപിനെ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ ഒരു സംഗതി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഇറാനുമായിട്ട് നമുക്കൊരു നെഗോസിയേഷൻ ആവാം, ഒരു ഡീൽ ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിനെ വരെ പറ്റിച്ചിരിക്കുകയാണ്. യുവമാരുടെ ഉടായ്പ് ട്രംപ് തിരിച്ചറിയാനൊന്നും പോകുന്നില്ല. കാരണം ട്രംപ് ഇതിനേക്കാളും വലിയ ഉടായ്പിന്റെ ആളാണ്. ആ കോൾ വന്ന ഉടനെയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ടീം നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതാണ് ആ ടീം, മനസ്സിലായോ? ഈ ടീമുകളാണ് നെഗോസിയേഷൻ നടത്തിയത്. ഇവരെ വിശ്വസിച്ചുകൊണ്ട് ട്രംപ് പല കാര്യങ്ങളും തീരുമാനിച്ച് ചാർട്ടിട്ട് പല കാര്യങ്ങളും ചെയ്തു. അപ്പൊ അത് അവരുടെ ട്രംപിന്റെ അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് കളിക്കാൻ സാധിച്ചു. അപ്പോൾ ഒന്നെങ്കിൽ അത് ഇല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ബെനിഫിറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ട്രംപ് രണ്ട് കൽപ്പിച്ച് മുന്നോട്ടിറങ്ങി. ട്രംപ് ഒരു കച്ചവടക്കാരനാണ്. പാകിസ്ഥാൻ തുർക്കിയും വിളിച്ചിട്ട് ഇങ്ങനൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്, ഞാൻ പെസസ്കിയാനെ വിളിച്ച് സംസാരിച്ചു, ഈദ് വിഷസ് ഒക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെ ഒരു പോസിറ്റീവ് നോട്ട് ഉണ്ട്, നമുക്ക് അമേരിക്കയെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് തുർക്കിയും പാകിസ്ഥാനും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ പുറകിൽ ഇറങ്ങി തിരിച്ചത്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും പാകിസ്ഥാൻ എന്തോ അകമഴിഞ്ഞ് സഹായിച്ച് ലോകത്തിലേക്ക് ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതായിട്ട് തോന്നും. പക്ഷെ അതങ്ങനെയല്ല. പാകിസ്ഥാന്റെ നിലനിൽപ്പ് കാരണം ഇറാൻ പറഞ്ഞു സൗദി എങ്ങാനും ഇറാന്റെ മേളിൽ ആക്രമണം നടത്താൻ ഇറങ്ങുമ്പോൾ പാകിസ്ഥാൻ ഒപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ മവനെ നിന്നെ തൊലച്ച് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പേടിച്ചിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇനിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്ത്യയിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ദുരന്തർ 2. അപ്പോൾ ഈ ദുരന്തർ 2 എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ആ സിനിമയിൽ നാഷണലിസം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാട്രിയോട്ടിക് സിനിമയാണിത്. ആ പാട്രിയോട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിയിൽ ഇന്ത്യൻ ഇന്റലിജൻസ് വിങ് പാകിസ്ഥാന്റെ ഉള്ളിൽ ഏതാണ്ട് 2002 എങ്ങാണ്ട് പോയ ആ ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിയാണ് അവരതിനകത്ത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് സിനിമയാണ്. അപ്പോൾ ഈ സിനിമ പാകിസ്ഥാനികൾ കണ്ടിട്ട് പാകിസ്ഥാന്റെ പോലീസ് ആ സിനിമയിൽ പറയുന്ന ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഭിക്ഷക്കാരെയൊക്കെ വിളിച്ചെണ്ണീപ്പിച്ച് നീ ഇന്ത്യക്കാരനാണെന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പാവപ്പെട്ട പാകിസ്ഥാനികളെ, വീടും കൂടിയില്ലാത്ത പാകിസ്ഥാനികളെ ഉപദ്രവിച്ച് അവന്മാരെ അടിച്ച് നീ ഇന്ത്യക്കാരനാണോ, നീ ഇന്റലിജൻസ് വർക്കിന് വന്നതാണോ, ID കൊണ്ടാന്നൊക്കെ ചോദിച്ച് ഇത്തരത്തിൽ പ്രാന്ത് പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതാണ് ഇവരുടെ നോളജ്. ഇപ്പൊ ഇന്ത്യയുടെ ഇന്റലിജൻസ് അല്ല, ഏതൊരു രാജ്യത്തിന്റെ ഇന്റലിജൻസ് ആയി ഒരു തവണ പരീക്ഷിച്ച മെത്തേഡിൽ പിന്നീട് പരീക്ഷണം നടത്തില്ല. ഇത് സാധാരണ ഐക്യമുള്ള കോമൺ സെൻസ് ഉള്ള എല്ലാ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കും ടീമിനും മനസ്സിലാവുന്ന കാര്യമാണ്. ഇതൊരു സിനിമ കണ്ടിട്ട് അതിന്റെ മേളിൽ പ്രാന്ത് മൂത്തിട്ട് ഇങ്ങനെ പോയി പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ പോലീസ്. ആ വീഡിയോ ഫുട്ടേജാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. किसी को पुलिस ने भागने का मौका नहीं दिया। दबंग कार्रवाई। क्या क्या करा था अड्डे के ऊपर दिखाई इस वक्त भारी नफरी दिखाए। ഇതാണ് പാകിസ്ഥാന്റെ നിലവാരം. അപ്പൊ ഈ നിലവാരം നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.